നിലമ്പൂർ പാത്തിപ്പാറയിൽ കാട്ടാന ശല്യം രൂക്ഷം. നടപടി ആവശ്യപ്പെട്ട് കൌൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒയ്ക്ക് നിവേദനം നൽകി. നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ പി ധനേഷ് കുമാറിനാണ് ഡിവിഷൻ കൌൺസിലർ സുരേഷ് പാത്തിപ്പാറ നിവേദനം നൽകിയത്. രാത്രി പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കാമെന്ന് ഡിഎഫ്ഒ നിവേദന സംഘത്തിന് ഉറപ്പു നൽകി. നിലമ്പൂർ പാത്തിപ്പാറയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകൾ വ്യാപകമായ കൃഷിനാശം വിതയ്ക്കുകയാണ്. നിരവധി കർഷകരുടെ കൃഷികളാണ് നശിപ്പിച്ചത്. കൂടാതെ കാട്ടാനകൾ വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യവുമാണുള്ളത്. കരിമ്പുഴയും പുന്നപ്പുഴയും കടന്നാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതെന്ന് നിലമ്പൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ കൌൺസിലറുമായ സുരേഷ് പാത്തിപ്പാറ, പുലിക്കുതേൽ മുസ്തഫ ഖനി എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ നാട്ടുകാർ പറഞ്ഞു. നമ്മളിപ്പോ DF ഓഫീസിലാണ്. നമ്മൾ പാത്തിപ്പാറ പ്രദേശത്ത് നിരന്തരം ആന ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയും ആന വരികയും കൂടുതൽ കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ജനവാസ മേഖലയിലാണ് ആന വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. ഭാവിയിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന രീതിയിലാണ് ഈ ആനശല്യം. നിരന്തരമായി നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുകയും വേണ്ട സഹായം ചെയ്യാമെന്ന് പറയുകയും ഉണ്ടായെങ്കിലും കാര്യമായ ഒരു സംരക്ഷണം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് DFOനെ കണ്ട് നമ്മൾ കാര്യങ്ങൾ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി. റേഞ്ച് ഓഫീസർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് നിരന്തരം ഒരു സേനയെ തന്നെ അവിടെ വിന്യസിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ പട്രോളിംഗ് നടത്താം എന്നുള്ളതും, അതുപോലെ അവിടുത്തെ യുവാക്കളെ കൂട്ടിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അവിടുത്തെ ഈ ആനശല്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ഊർജിതമാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. വനംവകുപ്പിന്റെ RRT വിഭാഗം രാത്രികാല പെട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് തടയാൻ കഴിയുന്നില്ല. ശല്യക്കാരായ കാട്ടാനകളെ കാടുകയറ്റണമെന്നും കൃഷിയിടങ്ങൾ വേർതിരിക്കുന്ന ഭാഗങ്ങളിൽ അടിയന്തരമായി സോളാർ വൈദ്യുത വേലികൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ടാപ്പിംഗ് തൊഴിലാളികൾ, പാൽ വെണ്ടർമാർ, മറ്റ് ജോലികൾക്ക് പോകുന്നവർ ഉൾപ്പെടെ ഭീതിയിലാണ്. രാത്രിയായാൽ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയാൽ കാട്ടാനകൾക്ക് മുൻപിൽപ്പെടാവുന്ന അവസ്ഥയാണുള്ളത്. അതിനാൽ കൃഷിയും ജീവനും സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കാട്ടാനകളെ തിരിച്ചു കാടുകയറ്റുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് നിലമ്പൂർ നോർത്ത് DFO പി ധനേഷ് കുമാറും നിലമ്പൂർ റേഞ്ച് ഓഫീസർ പി സൂരജും നാട്ടുകാരെ അറിയിച്ചു. ആയിരക്കണക്കിന് യാത്രക്കാർ കടന്നുപോകുന്ന KNG റോഡിലൂടെ വേണം ആനകളെ കാടുകയറ്റാൻ. അത് വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. അതിനാൽ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടി വരും. അതിനാൽ അടിയന്തരമായി ഇന്നു മുതൽ പെട്രോളിംഗ് ശക്തമാക്കാനും വനപാലകരും സന്നദ്ധരായ 10 പ്രദേശവാസികളെയും ഉൾപ്പെടുത്തി പുതിയ പ്രതിരോധ സേനയ്ക്ക് രൂപം നൽകാനും തീരുമാനമെടുക്കാമെന്ന് അറിയിച്ചു. കൂടാതെ സോളാർ വൈദ്യുത വേലി ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കാമെന്നും ഉറപ്പു നൽകി. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ SI തോമസ് കുട്ടി ജോസഫും ചർച്ചയിൽ പങ്കെടുത്തു. കാട്ടുപന്നികളും കാട്ടാനകളും പോലീസിന്റെ രാത്രികാല പെട്രോളിംഗിന് വരെ ചിലപ്പോൾ പ്രയാസം സൃഷ്ടിക്കുന്നതായും SI പറഞ്ഞു. വേനൽ കടുത്തതോടെ കാടിനുള്ളിൽ ജലാശയങ്ങൾ വറ്റിയതോടെ കാട്ടാനകൾ ഉൾപ്പെടെ വന്യമൃഗങ്ങൾ പുഴയോരങ്ങളിലേക്ക് എത്തുകയാണ്. പുന്നപ്പുഴ, കരിമ്പുഴ തീരങ്ങളിൽ തമ്പടിച്ചിട്ടുള്ള 5 കാട്ടാനകളാണ് രാത്രികാലങ്ങളിൽ പുന്നപ്പുഴയും കരിമ്പുഴയും കടന്ന് പാത്തിപ്പാറയിലേക്ക് എത്തുന്നത്. 20ഓളം പ്രദേശവാസികളാണ് പ്രതിഷേധവുമായി എത്തിയത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.